നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടകരയിലെ പൊതുശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതുശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം കാട്ടാന നിലയുറപ്പിച്ചത് പരിഭ്രാന്തി പരത്തി. വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ വനത്തിലേക്ക് ഓടിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. കൊടകരയിലെ പൊതുശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതുശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും യാത്രക്കാരും ആശ്രയിക്കുന്ന പൊതുശുചിമുറിയാണ് ഇത്. ശുചിമുറിയിലേക്കുള്ള ജലവിതരണ വകുപ്പ് നിർത്തിവെച്ചതിനെ തുടർന്നാണ് ശുചിമുറിയുടെ പ്രവർത്തനം അവതാളത്തിലായത്. 7 ലക്ഷത്തോളം രൂപ ജലവിതരണ വകുപ്പിന് കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞാണ് ശുചിമുറിയിലേക്കുള്ള ജലവിതരണം അധികൃതർ നിർത്തിവെച്ചതെന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നു. മീറ്റർ പോലും ഇല്ലാത്ത ശൗചാലയത്തിന് എങ്ങനെയാണ് ഇത്രയും ഭീമമായ തുക കുടിശ്ശിക വന്നതെന്ന ആശങ്കയിലാണിവർ. പലപ്പോഴും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സമീപത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. ശുചിമുറിയിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 14 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഇവർ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ പ്രസിഡൻറ്റിനെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിനെയും എല്ലാവരെയും വിളിച്ചറിയിച്ചപ്പോൾ 7 ലക്ഷം രൂപയോളം അവർ അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിൻ്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങൾ എവിടേക്ക് പോകണം? ഈ പഞ്ചായത്തിൻ്റെയും പൊതു കംഫർട്ട് സ്റ്റേഷനാണ് ഇവിടെയുള്ളത്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്ന അധികൃതരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കൂടാതെ കൊടകര ജംഗ്ഷന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ടോയ്ലറ്റുകളും ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയും പൊതുജനങ്ങൾക്കായി ഉടൻ തുറന്നു കൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടകര. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം കാട്ടാന നിലയുറപ്പിച്ചത് പരിഭ്രാന്തി പരത്തി. ബുധനാഴ്ച പുലർച്ചെ മുതൽ ആന ഇവിടെ തമ്പടിച്ചിരുന്നു. തുടർന്ന് പറമ്പിലെ പന മറിച്ചിടുകയും ചെയ്തു. വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ വനത്തിലേക്ക് ഓടിച്ചുവിട്ടു. ഞാൻ നോക്കുമ്പോഴേ പുറത്ത് നല്ല സൗണ്ട്. ആശാൻ വന്നിട്ട് ഒരേ അടിയാ. പോവാണോ? അങ്ങനെ രാവിലെ സാട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആള് മടങ്ങിയിട്ടുണ്ട്. ഓവർ. മാലിങ്കര SNM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗോള സംഘടനയായ സാഗ നടത്തുന്ന സാഹിത്യോത്സവത്തിന്റെ 2ാം പതിപ്പായ കാവ്യാഞ്ജലി വ്യാഴാഴ്ച രാവിലെ 10-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. കോളേജിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം അധ്യക്ഷത വഹിക്കും. സഹറൈറ്റേഴ്സ് ഫോറം പ്രസിദ്ധീകരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കഥാസമാഹാരം കഥാസാഗരം നടൻ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സാഗയിലെ അംഗങ്ങളുടെ മറ്റ് പുസ്തകങ്ങളുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം, KJ ആന്റണി, VR സുശീൽകുമാർ എന്നിവർ പങ്കെടുത്തു. മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീമും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ അംബികാദേവി അമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലഗോപാലൻ, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ KN രമേശ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും രക്തദാനം നടത്തി. NSS വോളണ്ടിയർ സെക്രട്ടറിമാരായ അഭിനവ് കൃഷ്ണ KB, CA അൽഫിയ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചായപ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ 20 വെള്ളിയാഴ്ച സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനാകും. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളംബര ജാഥ പകൽ 9:30-ന് സ്കൂളിൽ നിന്ന് ആരംഭിക്കും. വാർത്താസമ്മേളനത്തിൽ PTA പ്രസിഡന്റ് റിൻസൺ മണവാളൻ, പ്രിൻസിപ്പാൾ ഇൻചാർജ് TS രഞ്ജിനി, പ്രധാനാധ്യാപിക ഷീജ ആന്റണി, രജനി സനോജ്, എൽദോ പൗലോസ്, TN ജോഷി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു.
കഴിഞ്ഞ 50 വർഷം ആ മാമല ഗ്രാമത്തിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലൊക്കെ നിരവധിയായ പ്രഗത്ഭരായ ആളുകളെയൊക്കെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടൊരു വിദ്യാലയം അതിൻ്റെ 50ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ അത് സമുചിതമായി ആഘോഷിക്കാൻ PTAയും അതുപോലെ തന്നെ ചായപ്പുംകുഴിയിലെ പൗരാവലിയും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്ന വിവരം സ്നേഹപൂർവ്വം സന്തോഷത്തോടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യമേ അറിയിക്കുകയാണ്. ജൂബിലിയുടെ ഉദ്ഘാടനം നമ്മൾ ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 ഒരു വിളംബര ഘോഷയാത്രയോടുകൂടി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കുറ്റിച്ചിറ സുമംഗലി ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് തിരിച്ച് വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ആദ്യം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം വിദ്യാലയ അങ്കണത്തിൽ ചേരുന്ന പൊതുസമ്മേളനം ചാലക്കുടിയുടെ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ചാലക്കുടി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ സെക്രട്ടറി K. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. 1,20,000 രൂപയെങ്കിലും നമുക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നമുക്ക് ലഭിക്കേണ്ടതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിട്ട് നമ്മൾ ജനുവരി 22-ാം തീയതി തിരുവനന്തപുരത്ത് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ശക്തമായ ഒരു സമരം നമ്മൾ തിരുവനന്തപുരത്ത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ യൂണിറ്റുകളിൽ നിന്നും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 30 ആളാണ് പോകുന്നത്. ഭാരവാഹികളാണ് മിലിക്കാരും എല്ലാ യൂണിറ്റുകളിൽ നമ്മൾ പോകുന്നത്. നമ്മുടെ യൂണിറ്റിൽ നിന്നും ഭാരവാഹികൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്. ആ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ശക്തമായി നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി അതിശക്തമായ സമരം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തൃശ്ശൂർ കളക്ടറേറ്റിൽ നമ്മൾ മാർച്ചും ധർണയും കൂടി നമ്മൾ നടത്തുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് AD ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ലൂസി ആൻഡോ, KO ഓമന, LC ടോമി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിലെ പൊതുശുചിമുറി അടച്ചിട്ടതിനാൽ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ദുരിതത്തിൽ. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതുശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം കാട്ടാന നിലയുറപ്പിച്ചത് പരിഭ്രാന്തി പരത്തി. വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ വനത്തിലേക്ക് ഓടിച്ചുവിട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.